നളിനി നളിനി പെട്ടെന്ന് തന്നെ നമ്മുടെ മുന്നിൽ ആകൂ, നാം കോപിതരാണ്. എന്താ മനുഷ്യ? ഒരു മുനിയുടെ ഭാര്യ ചോദിക്കുന്നുണ്ട് എന്താ മനുഷ്യാന്ന്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ആശ്രമത്തിൽ നിന്നും പോകേണ്ടിയിരിക്കുന്നു. അതിനാൽ നാം ഈ കാട്ടിൽ നിന്നും നാട്ടിൽ പോയി വണ്ടി വിളിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത്ര പെട്ടെന്ന് ഈ ആശ്രമം മാറ്റത്തിന്റെ കാര്യം? ഇവിടെ 2 നളിനികൾ വേണ്ടെന്ന് കരുതി. 2 നളിനിയോ? അതെ. നിന്റെ പേരെന്താണ്? നളിനി. എന്റെ പേരെന്താണ്? നളിനി രാജൻ മുനി. ഇതാണ് പ്രശ്നം. എന്റെ പൊന്നി ബിജുക്കുട്ടൻ ചേട്ടാ, ചേട്ടന്റെ പേരെന്തുവാ? എന്റെ പേര് ബിജുക്കുട്ടൻ. ചേട്ടന്റെ ഭാര്യയുടെ പേരെന്തുവാ? സുബിത. സുബിത. ചേട്ടൻ അറിയപ്പെടുന്നത് സുബിത ബിജുക്കുട്ടൻ എന്നാണോ? അല്ല 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 അല്ലല്ലോ. അല്ല. പക്ഷെ ചേട്ടന്റെ ഭാര്യ അറിയപ്പെടുന്നത് ബിജുക്കുട്ടൻ സുബിത എന്നല്ലേ? ആണല്ലോ. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഞാൻ അറിയപ്പെടുന്നത് നളിനി രാജൻ മുനി എന്നാണ്. ചിലര് നളിനി മുനി എന്ന് വിളിക്കും. അതിപ്പോ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഈ കാട്ടിൽ നിന്ന് പോവാൻ തീരുമാനിച്ചു. നിങ്ങൾ അങ്ങ് ഒറ്റക്ക് പോയാ മതി. ഇതൊക്കെ ഒരു കാരണമാണോ? നീ തന്നെ ഇത് ചോദിക്കണോടി. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് സംസാരിക്കാനുള്ള കാരണം ആ പാവം ചെറുക്കൻ ഇന്നലെ നടന്ന് പെടാപ്പാട് വിട്ടത് നീ കണ്ടതല്ലയോ? നീ തന്നെ എന്നോട് ചോദിക്കണം ഇതൊക്കെ ഒരു കാരണമാണോന്ന്. നിനക്കിത് കാരണമായിരിക്കത്തില്ല, പക്ഷെ എനിക്കിത് കാരണമാണോടി. മനുഷ്യന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. എവിടെയാലും പോവാന്ന് വിചാരിച്ച അപ്പം നാട്ടുകാരറിയും നളിനി രാജൻ പോകുന്നു, നളിനി രാജൻ പോകുന്നു. എന്തൊരു കഷ്ടമായത്. അതൊക്കെ പോട്ടെന്ന് വിചാരിക്കാം. ഈ കാട്ടിലുള്ള മൃഗങ്ങളും പക്ഷികളും വരെ എന്നെ ഇപ്പൊ നളിനി എന്ന് വിളിക്കാൻ തുടങ്ങിയെന്ന്. എന്തായാലും ഞാൻ വരുന്നില്ല. ഇവിടെ അമ്മാവൻ മുനി ഒറ്റക്ക, അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്ന്. നിന്റെ ഈ അമ്മാവനാണ് എല്ലാത്തിനും കാരണം. അങ്ങനെയാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കണത്. എന്റെ അമ്മാവനുള്ളതാണ് നിങ്ങൾ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നത്. വല്ലവരും കളഞ്ഞിട്ട് പോയി ഇങ്ങനെ എടുത്ത് വളർത്തിയതും പോരായിട്ട് നിങ്ങൾക്ക് എന്നെ കെട്ടിച്ചു തന്നില്ല മനുഷ്യ. ആദ്യം പറഞ്ഞ കാര്യം, അതായത് എന്നെ എടുത്തു വളർത്തിയ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് തീരാത്ത കടപ്പാടുണ്ട്. പക്ഷേ അതിനും കൂടെ കൂട്ടി 2ാമത് പറഞ്ഞ കാര്യത്തിൽ അങ്ങനെ എനിക്ക് തന്നു. അതെന്ത് കാര്യോ? നിന്നെപ്പോലെത്തിയ എന്റെ തലയെ കെട്ടിവെച്ചു തന്ന കാര്യം. എനിക്കെന്ത് കുറവുള്ള മനുഷ്യ? കുറവൊന്നുമില്ല, കൂടുതലേ ഉള്ളു. എന്ത്? എന്നെക്കാട്ടിന് 4 വയസ്സ് കൂടുതലുള്ള മുതലായി നിൽക്കുന്ന. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വരുന്നില്ല. എന്റെ ആശ്രമം വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. അങ്ങനെയാണ്, അങ്ങനെ ആവട്ടെ. ചെല്ലം ചാടി നടക്കണ പുൽച്ചാടി, ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി. തുള്ളി തുള്ളി അലപ്പ് കൂട്ടില്ലാതെ കണ്ടോ, സ്വന്തമായിട്ട് കുതിരയില്ലാത്തതുകൊണ്ട് കുതിരയുടെ ആക്ഷൻ കാണിച്ചു വരുന്നത് കണ്ടു. അയ്യോ, കുതിരയുടെ ആക്ഷൻ കാണിച്ചു വന്നതൊന്നല്ല. കാലിൽ നിറയെ ആണിയാ, നിലത്തൂത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഇങ്ങനെ വന്നത്. അയ്യോ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഇത്രയും വലിയ ജഗളം നടന്നിട്ട് അമ്മാവൻ ഇത് എവിടെ ആയിരുന്നു? നാം ആ കാട്ടിൽ ഒറ്റയ്ക്ക് യാഗത്തിന് പോയതായിരുന്നു. അമ്മാവ് ഒറ്റയ്ക്ക് യാഗത്തിന് പോകുന്നുണ്ട്. അപ്പുറത്ത് മുനി അമ്മാവിന് തരാൻ പറഞ്ഞു. എന്താ ഇത്? അമ്മാവൻ ഈ കൊച്ചു എളുപ്പകാലത്ത് ഒറ്റയ്ക്ക് യാഗത്തിന് പോകുമല്ലോ, അതുകൊണ്ട് പുള്ളിക്ക് അതുവഴി നടന്നു പോകാൻ പറ്റുന്നില്ലെന്ന്. അതുകൊണ്ട് ഈ അപേക്ഷ കൊണ്ട് പഞ്ചായത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവര് മാമൻ യാഗം നടത്താനുള്ള സ്ഥലം ഇവിടെ പണിത് തരും. ഇതൊക്കെ ഞാൻ പരിഹരിച്ചോളാം. അല്ല, ഇവിടെ ഇപ്പൊ എന്താണ് കുഴപ്പം? എനിക്ക് നളിനി രാജൻ എന്ന പേര് കേട്ട് ഞാൻ മടുത്തു. ഞാൻ സാധാരണ ഭർത്താവിന്റെ പേരല്ലേ ആദ്യം പറഞ്ഞത്. ഇവിടെ നേരെ തിരിച്ചാ, ഭാര്യയുടെ പേരാണ് ആദ്യം വന്നത്. ഇതൊക്കെ ഒരു കുഴപ്പാണോ? നീ എന്നെ കണ്ടുപടി. എന്നെ അറിയപ്പെടുന്നത് എന്താ? നാരായണി ഭാർഗവൻ മുനി എന്നല്ലേ? അമ്മാവനതൊരു പ്രശ്നമല്ല, മനസ്സിലായോ? ഈ വളിച്ച തലയെ വെച്ചോണ്ടിരിക്കുന്ന അമ്മാവൻ അതൊക്കെ എന്ത് പ്രശ്നം. പക്ഷെ എനിക്ക് അങ്ങനല്ല. എന്റെ ഭാര്യയുടെ പേര് കൂട്ടിച്ചേർത്ത് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്ക അമ്മാവ. എന്റെ ഭാര്യ മരിച്ചിട്ട് ഞാൻ ഇതുവരെ വേറൊരു പെണ്ണിനെ കെട്ടിയിട്ടില്ല, അറിയാവോ? കേട്ടാത്തോന്നും വീടിന്റെ മുന്നിൽ പെണ്ണുങ്ങളൊന്ന് ക്യൂ നിന്നു. ആദ്യത്തെ ഭാര്യ ആറ്റി തള്ളിയിട്ട് കൊന്നുകൊണ്ടല്ലേ നിങ്ങൾക്ക് വേറെ പെണ്ണ് കിട്ടാത്തത്. അതുകൊണ്ടല്ലേ നിങ്ങൾ കല്യാണം കഴിക്കാത്തത്. ആ ദുഃഖം ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ പൊന്ന് ഷാജോ മുനിച്ചേട്ടാ, നിങ്ങൾ ഇത് കേക്കണം. ഷാജോ മുനിച്ചേട്ടനോ? ഇത് കാടല്ലേ, ഇവിടെ വരുന്നവരെയൊക്കെ മുനി ചേർത്തേ പറയാവൂ. ഞാനൊരു യാഗത്തിന് പോകാത്തവനാണോ? അല്ല. ഞാൻ അധ്വാനിക്കാത്തവനാണോ? അല്ല. പിന്നെ എന്തിനെല്ലാരും എന്നെ ഇങ്ങനെ നളിനി രാജൻ എന്ന് വിളിച്ചോണ്ടിരിക്കണത്? മോനെ നളിനി അല്ല, രാജൻ മുനി. നിനക്കറിയോ എന്നറിയത്തില്ല. പണ്ട് ആരോരുമില്ലാതെ ഈ പുഴയിൽ ഒരു പാളയിൽ ഒരു ചേരക്കുഞ്ഞൊഴുകി വന്നു. ചോരക്കുഞ്ഞൊഴുകി വന്നു. അതിനടുത്ത് ഇത്രയും ഞാൻ വളർത്തിയിട്ട് ഇപ്പൊ അതിനോട് തറുതല പറയുന്നു. അന്നൊഴുകി വന്ന സമയത്ത് ഒരു കമ്പെടുത്ത് കിണ്ടിക്കളഞ്ഞായിരുന്നു. ഞാൻ ഏതായാലും അറബിക്കടലിൽ പോയി ജീവിച്ചേന്. ഇതിനെക്കാട്ടും നല്ലതല്ലയോ? എടാ, ഇപ്പൊ നിനക്ക് അമ്മാവനെന്ന് വിളിക്കാൻ ഞാനെങ്കിലും
ഉണ്ട്. നീ അറബിക്കടലിലായിരുന്നെങ്കിലേ നീ സ്രാവിന് അമ്മാവനെന്ന് വിളിക്കുമായിരുന്നോടാ. ആധാർ കാർഡിന് പോലും വേണ്ടാത്ത ഈ തലയും വെച്ചോണ്ട് ഇമാതിരി സാധനം അടിക്കരുത്, മനസ്സിലായോ? ഇങ്ങനെ നേരായ വലിയ മുനിയായതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആരോരുമില്ലാത്ത നിന്നെ 4 നേരം ഭക്ഷണം തന്നിട്ട് തീറ്റി പോറ്റി വളർത്തിയില്ലേ, എന്നിട്ട് അതിന്റെ ഒരു നന്ദിയെങ്കിലും ഉണ്ടോടാ? 4 നേരം ഭക്ഷണം തന്ന് തീറ്റി പോറ്റിയെന്ന് 2 വർഷം മുമ്പേ നിങ്ങൾ എന്നെ കാണണമായിരുന്നു. പൊക്കിളുതാ ഇവിടെ ഒട്ടിയായിരുന്നു. അമ്മാരിയാണ് ഇങ്ങനെ പട്ടിണി കിട്ടുക, അറിയാവോ? എടാ ധിക്കാരി, നിന്നെ ഞാൻ ശപിക്കും. നിങ്ങൾ എന്നെ വലിക്കും. ഞാൻ ഏതായാലും ഇവിടെ നിന്ന് പോവുക. നീ വരുന്നുണ്ടേ വാ. ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടി കയറ്റാൻ പോവുകയാണ്. ആദ്യം മുളക്കട്ടിലെടുത്ത് വണ്ടി കയറ്റാം. ഏത് മുളക്കട്ടില്? അത് അമ്മാവ നിലത്ത് കിടക്കുന്ന വിറച്ചിട്ട് അപ്പൊ പഞ്ചായത്തുകാരത് കണ്ട് അത് അങ്ങ് കൊടുത്ത്. അതാണ്. അല്ല അതിന് നിങ്ങൾ എങ്ങനെയാവുക? എന്നാ പിന്നെ അകത്ത് കിടക്കുന്ന അലമാര എടുത്ത് വണ്ടി കയറ്റാം. ഏത് അലമാര? അത് എന്നെ കെട്ടിയതിന് എന്റെ മൂത്ത അമ്മാവൻ തന്നതാ. അതെങ്ങനെ നിങ്ങളെയാവുക? പാത്തു എന്റെ കയ്യിലല്ലേ. എന്നാ പിന്നെ സിറ്റ് ഔട്ടി കിടക്കുന്ന 2 ഇരിപ്പഴം എടുത്ത് വണ്ടി കയറ്റാലോ. അത് ശനിയാഴ്ചക്കാരൻ മുനിയുടെ കയ്യിൽ നിന്ന് തവണയ്ക്ക് മേടിച്ചിട്ടതാ. അതൊന്നും നിങ്ങളുടെ അല്ല. അപ്പൊ പിന്നെ നാം ഇനി വീട്ടിൽ സ്വന്തമായി ഒന്നും തന്നെ ഇല്ലല്ലേ? ഉണ്ട്, അകത്തിരിക്കുന്ന പ്ലേറ്റ്. അത് വേണമെങ്കിൽ എടുത്തോണ്ടങ്ങ് പൊക്കോ. ഇനി എന്തോ എടുത്ത് വണ്ടി കേറ്റാനാ? വണ്ടി കയറ്റാനൊന്നും ഇല്ലല്ലേ? എന്നാ പിന്നെ നിങ്ങൾ 2 പേരും കൊണ്ടൊരു കാര്യം ചെയ്യും. നിങ്ങൾ 2 പേരും എങ്ങനെയാലും എന്നെ എടുത്താ വണ്ടിയിലൊന്ന് കയറ്റി ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോയി രക്ഷപ്പെട്ടോളാം. അത് വേണോ നളിനി? ഓ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.